നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കടുത്ത തലവേദനയാകുന്നു. DCC അധ്യക്ഷൻ VS ജോയിക്കു വേണ്ടി PV അൻവർ ശക്തമായി തന്നെ രംഗത്തുണ്ട്. കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം നേതാക്കളും ജോയിയെയാണ് പിന്തുണയ്ക്കുന്നത്. മറുവശത്ത് ഒരടി പോലും പിന്മാറാൻ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും ഒരുക്കമല്ല. ഇതോടെ ഇരുവരെയും ഒഴിവാക്കി മൂന്നാമനെ പരിഗണിക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് റിപ്പോർട്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ തന്നെ നിലമ്പൂരിൽ VS ജോയിയുടെ പേരായിരുന്നു PV അൻവർ മുന്നോട്ട് വെച്ചത്. നിലവിൽ മണ്ഡലം പിടിക്കാൻ ജോയിയോളം അനുയോജ്യനായ മറ്റൊരു നേതാവ് ഇല്ലെന്നാണ് അൻവർ ആവർത്തിക്കുന്നത്. അദ്ദേഹമല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ UDF മണ്ഡലത്തിൽ കനത്ത പരാജയം രുചിക്കുമെന്ന് അൻവർ പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാണെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന ഭീഷണിയും അൻവർ ഉയർത്തുന്നുണ്ട്. അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് നേരിട്ട് സന്ദർശിച്ചെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിനോട് കോൺഗ്രസിലെയും ലീഗിലെയും പലർക്കും താല്പര്യമില്ല. മാത്രമല്ല VS ജോയിക്ക് അനുകൂല തരംഗം മണ്ഡലത്തിൽ ഉണ്ടെന്നും നേതാക്കൾ കരുതുന്നുണ്ട്. സമസ്ത AP വിഭാഗം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജോയി. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ PV അൻവർ ഇടപെടുമെന്നതാണ് ഈ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. നിലമ്പൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണക്കാരൻ PV അൻവർ മാത്രമാണെന്നും UDFുമായി വിലപേശുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അൻവറിന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ ജോയിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപതിരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിരുന്ന രാഷ്ട്രീയ മുൻതൂക്കം അൻവർ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. അതിനിടെ ലീഗ് നേതാവായ PV അബ്ദുൽ വഹാബ് അൻവറിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തി. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ PV അൻവറിന് പ്രസക്തിയില്ലെന്നും അൻവർ ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അൻവറല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്നും ആര് നിന്നാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അൻവറിനെ തഴഞ്ഞ് ഷൗക്കത്തിനെ പരിഗണിച്ചാൽ അൻവർ UDFിനെതിരെ തിരിയും. ഇനി അൻവറിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് നേതൃത്വം കീഴ്പ്പെടുമെന്ന പ്രതീതിയും സൃഷ്ടിക്കും. മാത്രമല്ല VS ജോയിക്ക് ജമാഅത്ത് ഇസ്ലാമി സംഘടന പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിൽ തിരിഞ്ഞുകൊത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വീണു കിട്ടിയ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പെന്ന അവസരം കളഞ്ഞു കുളിക്കരുതെന്ന നിർബന്ധവും കോൺഗ്രസിനുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയാണ് UDF തേടുന്നത്. ഈ സാഹചര്യത്തിൽ VS ജോയിയും ഷൗക്കത്തുമല്ലാതെ മറ്റൊരു പേര് പരിഗണിക്കാൻ നേതൃത്വം ആലോചിച്ചേക്കുമെന്നാണ് സൂചന. KPCC സംസ്ഥാന സെക്രട്ടറിയും മുൻ മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയുമായ KP നൌഷാദ് അലിയുടെ പേരാണ് നേതൃത്വം പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. VS ജോയിയെ പോലെ തന്നെ മണ്ഡലത്തിൽ സ്വീകാര്യതയുള്ള നേതാവാണ് നൌഷാദ് അലി. സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് K മുരളീധരന്റെ പേരും പരിഗണനയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്.